നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ 41 വയസ്സിലേക്ക് അടുക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ കൂടുതൽ കരുത്തരാണ് എന്ന തരത്തിൽ ചില ചർച്ചകൾ പുറത്തൊക്കെ നടക്കുന്നുണ്ട്. CR7 ഇല്ലാത്തപ്പോൾ പോർച്ചുഗൽ ഗോൾ വർഷം നടത്തിയതൊക്കെയാണ് അവരെടുത്ത് കാണിക്കുന്നത്. പലപ്പോഴും പോർച്ചുഗലിലെ താരങ്ങളോട് തന്നെ മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിക്കുന്നു. ഫ്രാൻസിസ്കോ കോൺസിസാവോയോട് ചോദിക്കുന്നു. ചിലർ പറയുന്നുണ്ടല്ലോ, വിത്തൗട്ട് ക്രിസ്ത്യാനോ ദേശീയ ടീം കുറച്ചുകൂടി ബെറ്ററാണെന്ന്. നിങ്ങൾ എന്ത് കരുതുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് എന്നാണ് കോൺസിസാവോയുടെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, സ്വാഭാവികമാണ് ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നത്. പക്ഷേ ഞങ്ങൾക്ക് ക്രിസ്ത്യാനോ കൂടെ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അത് അദ്ദേഹം തുടരുക തന്നെ ചെയ്യുന്നു. അദ്ദേഹം ഇൻവാല്യുബിളാണ്. ദേശീയ ടീമിൽ അദ്ദേഹം ഇൻവാല്യുബിളാണ്. നിങ്ങൾക്കൊരിക്കലും ഈ വസ്തുതകൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല. അതായത് അദ്ദേഹം ഗോളുകൾ അടിക്കുന്നു, അത് തുടരുന്നു. അപ്പോൾ ദേശീയ ടീമിന് അത് എന്തായാലും ബെനിഫിഷ്യലാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഇപ്പോൾ ഫ്രാൻസിസ്കോ കോൺസിസാവോ പറയുന്നത്. അതായത് 41-കാരനാവാൻ പോകുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. വേൾഡ് കപ്പിൽ 41-കാരനായിട്ടുള്ള സ്ട്രൈക്കറെ വെച്ചുകൊണ്ടാണോ പോർച്ചുഗലിൽ കിരീടം ചൂടാൻ നോക്കുന്നത് എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. പക്ഷേ CR7 ഗോളുകൾ കൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. എന്തായാലും ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക്, ആ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വേൾഡ് കപ്പ് അദ്ദേഹം നേടുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർ നിരവധിയാണ്. വേൾഡ് കപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത എൻഡിങ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.